ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ പലതരം വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു മധുരം കഴിക്കും. അത് പായസമാണ്, കൂടുതലായിട്ടും വ്യത്യസ്തമായ പായസം, പലതരം പായസങ്ങൾ. പിന്നെ അല്ലാണ്ടൊരു ഡിന്നറാണെങ്കിൽ അല്ലെങ്കിൽ ലഞ്ച്, ഇപ്പോൾ പുലാവ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഇപ്പോൾ പുലാവും മഞ്ചൂരിയൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എന്നാലും നമ്മൾ അവസാനം ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊടുക്കും. അത് ഐസ്ക്രീം ആകാം, പുഡിങ്സ് ആകാം, എന്തും ആകാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാളിയുടെ ഭക്ഷണശീലങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഒരു പുഡിങ് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു പായസം, എന്തെങ്കിലും മധുരം, ഇത് കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കഴിഞ്ഞു. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു പഴമെങ്കിലും വേണം, ഒരു ചെറു പഴമെങ്കിലും വേണം. അപ്പോൾ അതാണ് ഒരു ശീലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വ്യത്യസ്തമായ പലതരം പുഡിങ്ങുകൾ അല്ലെങ്കിൽ പലതരം ഐസ്ക്രീംസ്, പലതരം ഡെസേർട്ട് ഐറ്റംസ്, പേസ്ട്രീസ് ഒക്കെ നമുക്ക് തയ്യാറാക്കേണ്ടി വരുന്നു. കാര്യം വീട്ടിൽ പലപ്പോഴും പല രീതിയിൽ നമുക്ക് അതിഥികളെ സൽക്കരിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ലഞ്ചാകാം അല്ലെങ്കിൽ ഡിന്നറാകാം. അതുകൊണ്ട് തന്നെ മലയാളികളായ വീട്ടമ്മമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഡെസേർട്ട് മേക്കിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലതരം പുഡിങ്സ് പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് മാജിക് ഓവനിലൂടെ നമ്മൾ ഇന്ന് ആദ്യം ഒരു വ്യത്യസ്തമായ എന്നാൽ ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു എന്താ പറയണ്ടേ, വൈറ്റ് ചോക്ലേറ്റ് പുഡിങ്ങാണ്. അപ്പോൾ നമ്മളുടെ ഈ വൈറ്റ് ചോക്ലേറ്റ് പുഡിങ് വളരെ പ്ലെയിനായിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു വളരെ റിച്ച് ആയിട്ടുള്ളൊരു സോസും കൂടി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു കാരമൽ സോസ്. അപ്പോൾ ഒരു കാരമൽ സോസോടുകൂടി വൈറ്റ് ചോക്ലേറ്റ് പുഡിങ്, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 1/2 ലിറ്റർ, കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1/2 കപ്പ്, ഫ്രഷ് ക്രീം 3/4 കപ്പ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി ബട്ടർ സ്കോച്ച് സോസിന് വേണ്ട ചേരുവകൾ: പഞ്ചസാര 1/2 കപ്പ്, വെണ്ണ 2 ടേബിൾ സ്പൂൺ, വെള്ളം 1/4 കപ്പ്, ഫ്രഷ് ക്രീം 3/4 കപ്പ്. അപ്പോൾ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് പുഡിങ് ആദ്യം തയ്യാറാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോസ് തയ്യാറാക്കാം. അപ്പോൾ സോസ് കാരമൽ സോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് സോസ് എന്ന് പറയാം. രണ്ടും ഏതാണ്ട് സിമിലർ തന്നെയാണ്. ഏകദേശം പഞ്ചസാര കരിച്ചിട്ട് അല്ലെങ്കിൽ ബ്രൗൺ ആക്കിയിട്ട് ചെയ്യുന്ന സോസാണ്. ഇനി നമ്മൾ അടുപ്പ് കത്തിക്കുന്നു. ഇതിലേക്ക് 2-3 കാര്യങ്ങൾ. ഇത് 1/2 ലിറ്റർ പാൽ, അതിൽ നിന്നും ഏകദേശം 3/4 ഭാഗം ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് ഒരു 1/4 ഭാഗം മാറ്റി വയ്ക്കാം, കാര്യം കോൺഫ്ലവർ കലക്കാനായിട്ട്. അതിനോടൊപ്പം ഫ്രഷ് ക്രീം 3/4 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ്. ഇത്രയും കാര്യങ്ങൾ ആദ്യം. ഇനി ഒരു 3/4 ഭാഗം പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി 1/4 ഭാഗം ബാക്കിയുണ്ട്. ഇത് തണുത്ത പാൽ, സാധാരണ കാച്ചാത്ത പാലാണ്. ഇത് ഒരു 4 വലിയ സ്പൂൺ കോൺഫ്ലവർ. ഈ 4 വലിയ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഈ പാൽ, ഇപ്പോൾ 1/4 ഭാഗം പാൽ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതായത് കോൺഫ്ലവർ ഒന്ന് നന്നായിട്ട് ഈ പാലിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. കോൺഫ്ലവർ കലക്കിയ പാലാണ്. എന്നിട്ട് ഇതും ഇതിനകത്തേക്ക് തന്നെ ചേർക്കണം. അപ്പോൾ ഈ പാല്, കോൺഫ്ലവർ കലക്കിയ പാലും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ പാല് തിളയ്ക്കുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് അടുപ്പിൽ കയറ്റിയാലും മതിയാകും. ഇനി തീ ഒരല്പം കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ തീ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്തത്, 1/2 ലിറ്റർ പാല്, അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഹീറ്റ് നിറച്ച് കുമിച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്തു, 3/4 കപ്പ് ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീം. അപ്പോൾ എല്ലാം കൂടി ഒരേ സമയം തന്നെ അടുപ്പിലേക്ക് നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഒരു പുഡിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ തിക്കാക്കണം എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. പാലെല്ലാം ഇങ്ങനെ കാച്ചി നല്ല ചൂടായി കിടക്കുന്ന ബോയിലിംഗ് മിൽക്കിലേക്ക് ഒഴിച്ചിട്ട് കൈയെടുക്കാണ്ട് ഇളക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തണുത്ത പാലിൽ തന്നെ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒന്നിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ചൂടാക്കി ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് വരും. തിളയ്ക്കുന്നതോടൊപ്പം തന്നെ ഇത് കുറുകി തുടങ്ങും. കോൺഫ്ലവറും പാലും പഞ്ചസാരയും അപ്പോൾ കുറുകി ഇങ്ങനെ നല്ല ഒരു എന്താ പറയുക, ഒരു കുഴമ്പ് പാകത്തിലേക്ക് മാറും. അതാണ് നമ്മുടെ പാകം. പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിലുള്ളൊരു പാകം. പെട്ടെന്ന് തന്നെ ആകും. കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിം
മീഡിയം ചൂടിലാണ് ചെയ്യേണ്ടത്. ഒരുപാട് ഫ്ലെയിം കൊടുക്കണ്ട, ഒരു മീഡിയം, തീരെ ചെറിയ ഫ്ലെയിമും പാടില്ല, ഇടത്തരം തീയില. അപ്പോൾ ഞാൻ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതൊന്ന് കുറുകി വരട്ടെ. മൺപാത്രങ്ങൾ സോപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കരുത്. മൃദുലമായ കുടങ്ങളും ചൈനീസ് പാത്രങ്ങളും സോപ്പ് വെള്ളം വലിച്ചെടുക്കും. പാത്രം കഴുകുന്ന ലായനിയും ചൂടുവെള്ളവും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പാത്രം കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം. നൈലോൺ പാഡ് ഉപയോഗിച്ച് അതിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാം. സോപ്പ് ഉപയോഗിക്കുമ്പോൾ വഴുക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായി വേണം അത് കഴുകാൻ. എന്നിട്ട് ഉണങ്ങാൻ വെക്കുക. കണ്ടോ, ഇപ്പോൾ ടൈറ്റായി തുടങ്ങുമ്പോൾ ശരിക്കും കോൺഫ്ലവർ ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ഇത് പാല് നന്നായിട്ട് ചൂടായി തിളച്ച് വരുമ്പോൾ ഇതിങ്ങനെ കുറുകി തുടങ്ങും. അപ്പോൾ നമുക്ക് തോന്നും ഇത് കട്ട പിടിക്കാൻ പോകുന്നു, അവിടെ കട്ടയായിട്ട് വരുന്നു. അങ്ങനെയല്ല, കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഒരേ ഒരു സർക്കുലർ മൂവ്മെൻറ്റ്, ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾ ടേൺ ചെയ്യുന്നത്, ഇങ്ങനെ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് ശരിക്കും നല്ല സ്മൂത്തായിട്ടുള്ളൊരു എന്താ പറയുക, പുഡിംഗ് ആയിട്ട് മാറും. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന് പ്രധാനമായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ 1 കപ്പ് കുക്കിംഗ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. ഈ ചൂടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്താ പറ്റാൻ പോകുന്നത്, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക, ഇളക്കി. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. തീ അടുപ്പിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതേ നോക്കൂ, ഇത് ഫ്ലെയിമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ ഒരു സർക്കുലർ മൂവ്മെൻറ്റ് വീണ്ടും കൊടുക്കുക. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച്. ഇനി ഒരു കാര്യം മാത്രം, അതായത് വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്, അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കുക. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. 1/4 ഭാഗം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഒരു ബൗളിലേക്കാണ് ഇത് മാറ്റാൻ പോകുന്നത്. പ്രത്യേകിച്ചൊരു വലിയ ഷേപ്പൊന്നും ഉള്ള ഒരു മോൾഡല്ല, റൗണ്ട് ഷേപ്പ്. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ ആയിരിക്കും ഞാനിപ്പോൾ തയ്യാറാക്കുന്ന പുഡിങ് തയ്യാറായി വരാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഏത് ബൗളിലാണോ ഉപയോഗിക്കുന്നത് അതിൽ ഇച്ചിരി ഒരു വെറ്റായിരുന്നാൽ നല്ല, ഇച്ചിരി നനവുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം പെട്ടെന്നൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൻ്റെ തുള്ളികൾ അതിനകത്തിരിക്കുന്നതും നല്ലത് തന്നെ. ഇനി കൂടുതൽ സംസാരിച്ച് നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ ബൗളിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ് മാറ്റണം. പുഡിങ് മോൾഡിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി ഇത് സെറ്റാകണം. ഇത് പുറത്തിരുന്നാലും സെറ്റാകും, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലിരുന്നാലും സെറ്റാകും. എവിടെ ഇരുന്നാലും ഇത് ഉറയ്ക്കും. സെറ്റാകുക എന്ന് വെച്ചാൽ ഉറയ്ക്കുക. പിന്നെ ഇത് പുഡിങ്ങാണ്, നമ്മൾ തണുപ്പിച്ച്, ഹോട്ട് പുഡിങ് അല്ല, തണുപ്പിച്ച് കഴിക്കേണ്ട പുഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താ ചെയ്യേണ്ടത്, ഒരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെക്കുക, ഒരു 2 മണിക്കൂർ സമയം. അപ്പോൾ കറക്റ്റായിട്ട് തണുത്ത് നല്ല സെറ്റായിരിക്കും. അത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. ഡീമോൾഡിംഗ് എന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് തട്ടി മാറ്റാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെക്കാൻ പോവാണ് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ. തണുത്ത് വരട്ടെ, അത് കഴിഞ്ഞ് ഡീമോൾഡ് ചെയ്യാം. അതിന് മുന്നേ ഡീമോൾഡ് ചെയ്യുന്ന ആ ഒരു സമയം, അതായത് ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് രണ്ടാമത്തെ കാര്യം ചെയ്യാം. എന്താണ് ഇതിന് വേണ്ട സോസ്? കാരമൽ സോസ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് സോസ് എന്ന് തന്നെ വിളിക്കും. അത് തയ്യാറാക്കാം. അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നു. ഗ്ലാസ് മെഴുകുതിരി സ്റ്റാൻഡ് വൃത്തിയാക്കാൻ മെഴുകുതിരി സ്റ്റാൻഡിൽ നിന്ന് സാവധാനം ഇളക്കി മാറ്റുക. എന്നിട്ട് സ്പിരിറ്റ് മുക്കിയ ടവൽ ഉപയോഗിച്ച് സ്റ്റാൻഡിൽ ബാക്കി വന്ന മെഴുകിന്റെ അംശം മാറ്റുക. ശേഷം ചൂടുവെള്ളവും പാത്രം കഴുകുന്ന ലായനിയും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് സെറ്റ് ആകാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ആ സമയം കൊണ്ട് നമ്മൾക്ക് സോസ് തയ്യാറാക്കാം. അപ്പോൾ ബട്ടർ സ്കോച്ച് സോസ് അല്ലെങ്കിൽ കാരമൽ സോസ് എന്ന് പറഞ്ഞാലും മതി. അടുപ്പ് കത്തിക്കുക. അതിലേക്ക് ചെറിയ തീയിൽ നമ്മളൊരു പാത്രം വെച്ചിട്ട്, ചൂട് കട്ടിയുള്ളൊരു പാത്രം, 1/2 കപ്പ് പഞ്ചസാര. ഈ 1/2 കപ്പ് പഞ്ചസാര മെൽറ്റായി, അതായത് ഉരുക്കി ഒരു ബ്രൗൺ കളറായിട്ട് മാറണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറെല്ലാം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്.
നല്ല ഗോൾഡൻ കളറായി വരട്ടെ. അത് കഴിഞ്ഞിട്ട്, അതായത് കംപ്ലീറ്റ് അലിയണം, അലിഞ്ഞ് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. നോക്കൂ, നല്ല തേനിൻ്റെ കളറായില്ലേ. പഞ്ചസാര നന്നായിട്ട് ഉരുകി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശരിക്കും ഒരു തേനിൻ്റെ നിറമായി വരുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇതിലേക്ക്, അപ്പോൾ കളറിങ്ങനെ മാറിയിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ണ 2 ടേബിൾ സ്പൂൺ. തീ നല്ലോണം കുറയ്ക്കുക. ഇതാണ് ശരിക്കും ഒരു ബട്ടർ സ്കോച്ചിൻ്റെ മണം. അപ്പോൾ ഇത്രയും നേരം ക്യാരമലിൻ്റെ മണം മാത്രമാണ്. ഇപ്പോൾ പഞ്ചസാര കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രൗൺ ആക്കുന്ന സമയത്ത് അതൊരു ക്യാരമൽ മാത്രമാണ്. നമ്മളിപ്പോൾ ബട്ടർ ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് ബട്ടർ സ്കോച്ചായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഈ ചൂടുവെള്ളം ഇനി നമ്മൾ ചെറിയ തീയിലാക്കിയിട്ടുണ്ട്. കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു. ഇപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ടിരിക്കുകയാണ്, വെള്ളം പോലെ ഇരിക്കുവാണ്. അത് പോരാ, കുറച്ചുകൂടി ഒന്ന് കുറുകണം. സോസ് തിക്കായി തുടങ്ങി. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് സമയം കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തു. ഇതെന്താണ് നോക്കൂ, ഇത് ബട്ടർ സ്കോച്ചിൻ്റെ സിറപ്പ്. ഇനി ഇതിലേക്ക് ഞാൻ തീ ഓഫ് ചെയ്തു. അതിൻ്റെ പതയൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം. ഇത് ഏതാണ്ട് 3/4 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ചേർക്കും. അങ്ങനെ ഒരു ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. നല്ല എന്താ പറയുക, റിച്ച് ആയിട്ടുള്ളൊരു സോസ്. അപ്പം നമ്മൾ ഈ 3/4 കപ്പ് ക്രീമും ഞാൻ ചേർക്കാൻ പോകും. റിച്ച്നെസ് കുറച്ചുകൂടി വരട്ടെ, നന്നായിട്ട് വരട്ടെ. കണ്ടല്ലോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലെ ബട്ടർ സ്കോച്ച് സോസ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ പുഡിങ് സെറ്റായോ നോക്കണം. സെറ്റായി കഴിഞ്ഞിട്ട് അത് ഡീമോൾഡ് ചെയ്യണം. ആ പുഡിങ് ഈ സോസിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. ഈ സോസും കൂടി ഒരല്പം നേരം തണുക്കാനായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കും. 2 മണിക്കൂർ സമയം കഴിഞ്ഞു ഏകദേശം. അതായത് പുഡിങ് നന്നായിട്ട് സെറ്റായി തണുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് പുഡിങ്. ഇനി ഇത് ഒന്ന് ഡീമോൾഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏത് സെർവിങ് പാത്രമാണോ അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ പുഡിങ് ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഞാനൊരു ബൗളിലല്ലേ വെച്ചത്, അതുകൊണ്ട് റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ബൗളിൻ്റെ ആ ഒരു ഷേപ്പ്. ഇനി ഇതിൻ്റെ കൂടെ ഇതിനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്ത് അതിനോടൊപ്പം സോസ് കൂട്ടിയാണ് കഴിക്കുന്നത്. ബട്ടർ സ്കോച്ച് സോസ്. നമ്മൾക്കിപ്പോൾ സോസ് ഇതിന് ചുറ്റും ഒഴിച്ച് അലങ്കരിക്കും. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അലങ്കരിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്യാനും സാധിക്കും. എന്തായാലും പരീക്ഷിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയുടെ അത് മൂക്കുന്നത് കറക്റ്റ് പാകമായിരിക്കണം. അല്ലെങ്കിൽ ഒരല്പം മാറിപ്പോയാൽ ചെറിയ കയ്പ്പ് വരും. അത് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.
ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ്. നോൺ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അത് ഇറച്ചി മീനാണോ എന്ന് വെച്ചാൽ മീനാണ്, പക്ഷേ നമ്മൾ പച്ച മീനിലല്ല ചെയ്യുന്നത്, പിന്നെ ഉണക്ക മീനിലാണ് ചെയ്യുന്നത്. വലിയ കുക്കിംഗ് ഒന്നും ഇല്ല, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇതൊരു ചമ്മന്തിയെന്നോ അല്ലെങ്കിൽ സലാഡെന്നോ എങ്ങനെ വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടമാവും, പിന്നെ ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പുതിയ രുചി എന്നുള്ള നിലയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണ്. എന്തായാലും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കാര്യം ഉണക്കമീൻ സലാഡ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കമീൻ 5 എണ്ണം, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 1 വലുത് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 വലുത് ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി ഉണക്കമീൻ സലാഡ് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഉണക്കമീൻ ചമ്മന്തി തയ്യാറാക്കാമെന്ന് പറയാം. ചമ്മന്തി എന്ന് പറയുന്ന ഒരു തേങ്ങയൊന്നും ചേർത്തുള്ള ചമ്മന്തി അല്ല, ഇതൊരു സലാഡിൻ്റെ പിന്നെ കൂടുതലും ഒരു സലാഡിൻ്റെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ വിഭവത്തിനുള്ളത്. അപ്പോൾ ഉണക്കമീൻ ഒരു 4-5 സൈസ് അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഉണക്കമീൻ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുള്ളൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ പീസസായിട്ട് ഇങ്ങനെ ഇളക്കി ഇടാം. വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെയ്യാം. അതാണ് ആദ്യത്തെ കാര്യം. ഇതിലേറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മുള്ള് കംപ്ലീറ്റ് മാറ്റിയിട്ടേ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ഉപയോഗിച്ചാൽ കുഴപ്പം എന്താ വെച്ചാൽ ചെറിയ ചെറിയ മുള്ളാണെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങും, വലിയ അപകടമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് മുള്ളില്ലാത്ത മീനാണ് നല്ലത്. എന്തായാലും ഇങ്ങനെ ചെറിയ പീസസായിട്ട് ആക്കുമ്പോൾ നമുക്ക് ചെറിയ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും, അന്നേരം മാറ്റുക. അപ്പോൾ ഉണക്കമീൻ്റെ പീസസ് ഇവിടെ പാത്രത്തിലാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 വലിയ പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, ചെറുതായി അരിഞ്ഞതും, പിന്നെ അതിൻ്റെ കൂടെ സവാള 1 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇനി വേണ്ടത് ടൊമാറ്റോ 1 ഇടത്തരം ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, ഇനി കറിവേപ്പില ആവശ്യാനുസരണം, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് മുറിച്ചിടാം. കറിവേപ്പിലയുടെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം. അപ്പോൾ അതിൻ്റെ ശരിക്കും നല്ല ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മുറിച്ചിട്ട്. പിന്നെന്താ വേണ്ടേ, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഒരു ചെറിയ പുളി എന്തായാലും ഉണ്ടാകും ടൊമാറ്റോയുടേത്, എന്നാലും വേണം. പിന്നെ ഒരു അല്പം ഉപ്പാകാം അല്ലേ, കാര്യം മീനിൽ എന്തായാലും ഉപ്പുണ്ട്. എന്നാലും സവാള ചേർത്തു, ടൊമാറ്റോ ചേർത്തു, പിന്നെ എന്താ പറയുക കുറച്ച് നാരങ്ങാനീര് ചേർത്തു, അപ്പോൾ ഇച്ചിരി ഒരു ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ചേർക്കാം. എന്തായാലും പേരിന് വേണ്ടി ചേർത്താൽ മതി കുറച്ച്. ഇനി ലാസ്റ്റ് കാര്യം വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇതിന് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം, നന്നായിട്ട് കൈ കൊണ്ട്. ഇത്രയേ ഉള്ളൂ ജോലി, കഴിഞ്ഞു. ഉണക്കമീൻ സലാഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എളുപ്പമല്ലേ, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യാം, പരീക്ഷിച്ച് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണ്, വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് വിത്ത് ബട്ടർ സ്കോച്ച് സോസ്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി നോക്കാം, രുചിയുടെ കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കും. പിന്നെ രണ്ടാമത് കാണിച്ചത് ഒരു എളുപ്പക്കറിയാണ്, അത് സിമ്പിൾ ഉണക്കമീൻ സലാഡ്. അതും പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.